പ്രിയപ്പെട്ട കൂട്ടുകാരെ, ടൈം ഡയലേഷൻ ആയിരുന്നല്ലോ നമ്മൾ കഴിഞ്ഞ തവണ ചെയ്ത വീഡിയോ. അപ്പോൾ ഒരു വാക്ക് പറഞ്ഞിരുന്നു, ഇതിൻ്റെ അടുത്ത ഒരു പാർട്ട് കൂടി വരുന്നുണ്ട്. ഇത് ആ വീഡിയോയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. പാപ്പാ എന്തായിരുന്നു നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയ എവിടെയായിരുന്നു? ടൈം ഡയലേഷൻ്റെ ഒരു ഭാഗം നമ്മൾ ചെയ്തു അല്ലേ? നമ്മൾ സംസാരിച്ചു. ഏതാണ്? വെലോസിറ്റി കൂടുമ്പോൾ എങ്ങനെയാണ് ടൈമിന് മാറ്റം വരുന്നത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. പക്ഷെ അതിനേക്കാൾ എക്സൈറ്റഡാ എനിക്ക് ഗ്രാവിറ്റി വരുമ്പോ എങ്ങനെ അപ്പൊ പറഞ്ഞിരുന്നു. അത് കുറച്ചുകൂടെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടത് കൊണ്ട് നമുക്ക് അടുത്ത പാർട്ടിൽ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ഇതാണ്. അപ്പം ഈ ഗ്രാവിറ്റി കാരണവും ഈ ടൈം ഡയലേഷൻ, അതായത് സമയത്തിന്റെ ഒഴുക്ക് കുറയും, ഫ്ലോ ഓഫ് ടൈം കുറയും. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്റർസ്റ്റെല്ലാർ സിനിമ എടുത്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് കണ്ടില്ലേ, അദ്ദേഹം ഇവിടെ നിന്ന് വേറൊരു ഗ്രഹത്തിലേക്ക് പോകുന്നു. ആ ഗ്രഹം എന്ന് പറയുന്നത് ഭൂമിയേക്കാൾ, അതിലെ ഹീറോ ഭൂമിയേക്കാളൊക്കെ ഒരുപാട് ഗ്രാവിറ്റി ഉള്ള ഗ്രഹമാണ്. അദ്ദേഹം വളരെ നോർമലായിട്ട് 6-7 വർഷം അവിടെ ചെലവഴിച്ചു. അദ്ദേഹത്തിന് 7 വർഷമേ പ്രായമായുള്ളൂ, കൂടിയുള്ളൂ. പക്ഷെ അദ്ദേഹം തിരിച്ച് ഭൂമിയിൽ വന്നപ്പോൾ ഭൂമിയിൽ ഏകദേശം 40 വർഷങ്ങൾ കടന്നുപോയിരുന്നു. തിരിച്ചദ്ദേഹം അതിലേറ്റവും നമുക്ക് കൗതുകകരമായ ജിജ്ഞാസ ഉണർത്തുന്ന ഒരു ഭാഗമാണ്. ഭൂമിയിൽ തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ, അദ്ദേഹം പോകുമ്പോൾ 16-17 വയസ്സുണ്ടായിരുന്ന മകൾ, അദ്ദേഹം ഇവിടെ തിരിച്ചു വന്നപ്പോൾ 70-80 വയസ്സായി. ആ അച്ഛനും മകളും തമ്മിലുള്ള ആ കൂടിക്കാഴ്ച അതിലെ വളരെ വൈകാരികമായ, വളരെ മനോഹരമായ ഒരു രംഗമാണിത്. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം പോയ ഗ്രഹത്തിൽ ഗ്രാവിറ്റി വളരെ കൂടുതലായതുകൊണ്ട് സമയം പതുക്കെ പോയുള്ളൂ. ആ സമയം ഗ്രാവിറ്റി കുറവുള്ള ഭൂമിയിൽ വർഷങ്ങൾ ഒരുപാട് കടന്നുപോയിരുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. തിയറി ഓഫ് റിലേറ്റിവിറ്റിക്ക് 2 പാർട്ടുണ്ട്. ഒന്ന് സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, അതാണ് 1905 ഐൻസ്റ്റീൻ പ്രസിദ്ധീകരിച്ചത്. അതിൻ്റെ അകത്താണ് പ്രധാനമായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ലൈറ്റിൻ്റെ സ്പീഡ്, അതിൻ്റെ കൺസിസ്റ്റൻസീസ്, അതായത് ഏത് കണ്ടീഷനിലും ലൈറ്റിൻ്റെ സ്പീഡ് c എപ്പോഴും ഒന്ന് തന്നെയായിരിക്കും എന്ന് പറഞ്ഞു. ആ c അങ്ങനെ ആയിരിക്കുന്നത് കൊണ്ടാണ് വെലോസിറ്റി കൂടുമ്പോൾ ടൈമിൻ്റെ ഫ്ലോ ഒക്കെ കുറയുന്നത്. അതാണ് അതിൻ്റെ അകത്ത് പ്രധാനമായിട്ട്. സെക്കൻഡ് പാർട്ടിലെ, അതായത് ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, ആ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിലാണ് ഏറ്റവും പ്രധാനമായിട്ട് ഗ്രാവിറ്റേഷൻ, ഐൻസ്റ്റീൻ്റെ ഫീൽഡ് ഇക്വേഷൻസ്, സ്പേസ് ടൈം കണ്ടിന്യൂം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വിശദീകരിച്ചിരിക്കുന്നത്. ഇവിടെ ഗ്രാവിറ്റി തന്നെയാണ് വിഷയം. നമ്മളെന്താ ഗ്രാവിറ്റിയെ പറ്റി മനസ്സിലാക്കിയിരിക്കുന്നത്? നമ്മൾ പഠിച്ചത് എന്താണ് ഗ്രാവിറ്റിയെ പറ്റി? പറയട്ടെ, ചിരിക്കരുത്, ന്യൂട്ടന്റെ മേലേക്ക് തലയിലേക്ക് ആപ്പിൾ വീഴുന്നു. അതാണ്. അതായത് ഗ്രാവിറ്റി എന്ന് കേൾക്കുന്ന നിമിഷം, ബേസിക് നോളജാ ഞാൻ പറഞ്ഞത്. അതെ, നമ്മൾ ഗ്രാവിറ്റി എന്ന് കേൾക്കുമ്പം നമ്മൾ എത്ര നമ്മൾ സീനിയർ ആയിക്കോട്ടെ, ഗ്രാവിറ്റി, ഭൂഗുരുത്വാകർഷണം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ആ ചിത്രം, ആ ഒരു ആപ്പിൾ മരത്തിന്റെ താഴെ ഇരിക്കുന്ന ന്യൂട്ടനും ആ ന്യൂട്ടന്റെ തലയിലേക്ക് ഞെട്ടറ്റ് വീഴുന്ന ഒരു ആപ്പിളുമാണ്. കാരണം നമ്മള് തമാശയായിട്ട് ഇപ്പോഴും പറയില്ലേ, എന്തിനാ ന്യൂട്ടൺ അങ്ങനെ ചിന്തിക്കാൻ പോയത്, ആപ്പിള് തിന്ന് പോയാ പോരായിരുന്നു. അതൊക്കെ വളരെ സർക്കാസ്റ്റിക് ആയിട്ടുള്ള കമന്റുകളാണ്. ഇനി അങ്ങനെ സംഭവം നടന്നിട്ടുണ്ടോ നമുക്കറിയില്ല കേട്ടോ. ന്യൂട്ടൺ ആപ്പിൾ മരത്തിന്റെ താഴെ ഇരുന്നിട്ടുണ്ടോ, അദ്ദേഹത്തിന്റെ തലയിലേക്ക് ആപ്പിൾ ഞെട്ടറ്റ് വീണിട്ടുണ്ടോ, അതിന്റെ ആ ഒരു മനോഹരമായ ആ ഒരു കഥ നമുക്ക് അത് ആസ്വദിക്കാം. അതിൽ നിന്ന് ന്യൂട്ടൺ രൂപപ്പെടുത്തിയ തിയറി എന്താണ്? എല്ലാ വസ്തുക്കളെയും ഭൂമി അതിൻ്റെ സെൻറ്ററിലേക്ക് ആകർഷിക്കുന്നു, എല്ലാ വസ്തുക്കളെയും. ആ ആകർഷണത്തിൻ്റെ ഫലമായി ആ വസ്തു ഭൂമിയിലേക്ക് വീഴുന്നു. ഈ ഗ്രാവിറ്റി എന്ന് പറയുന്ന സംഭവം, ആ ഫിനോമിനൻ എല്ലാ പ്രപഞ്ചഗോളങ്ങൾക്കുമുണ്ട്, എല്ലാ സെലസ്റ്റിയൽ ബോഡീസിനുമുണ്ട്, എന്ന് മാസ്സുള്ള എന്തിനുമുണ്ട്. മാസ് കൂടുന്തോറും ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കൂടും. ഇപ്പം ഇവിടെ മാസ് ഉള്ളത് കൊണ്ടാണ്, ഇവിടെ ഗ്രാവിറ്റി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്, നമുക്ക് ഭാരം അനുഭവപ്പെടുന്നത്. എന്നാൽ ഗ്രാവിറ്റി കുറവുള്ള ചന്ദ്രനിൽ നമ്മുടെ വെയിറ്റ് കുറവായിരിക്കും, മാസ് സെയിം ആയിരിക്കും, വെയിറ്റ് കുറവായിരിക്കും. സൂര്യനിൽ വെയിറ്റ് കൂടുതലായിരിക്കും,
വ്യാഴത്തിൽ വെയിറ്റ് കൂടുതലായിരിക്കും. കാര്യം അതൊക്കെ ഭൂമിയേക്കാൾ മാസീവാണ്. ചന്ദ്രൻ ഭൂമിയുടെ അത്ര മാസീവ് അല്ല. ഇതിൽ നിന്നൊക്കെയാണ് വളരെ യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ ലോ ഒക്കെ വിഖ്യാതമായിട്ടുള്ള ആ ലോ ഒക്കെ ന്യൂട്ടൺ ഉണ്ടാക്കിയത്. ഇതിങ്ങോട്ട് വന്ന് സംഗതി ഐൻസ്റ്റീൻ്റെ അടുത്തേക്ക് എത്തിയപ്പോഴേക്ക് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം എത്തിയപ്പോഴേക്ക് ഈ ഗ്രാവിറ്റിയെ പറ്റിയുള്ള ധാരണകളും കാഴ്ചപ്പാടുകളും മുഴുവനും മാറ്റി. അത് വളരെ വിപ്ലവകരമായിരുന്നു. അങ്ങനെ വേണം പറയാൻ, മാറ്റി. അതെ. അതായത് അത് എങ്ങനെയാണ് അദ്ദേഹം ലബോറട്ടറി പരീക്ഷണം നടത്തിയൊന്നും അല്ല ഇത് കണ്ടെത്തിയത്. ആ ജീനിയസ് മനുഷ്യ ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു ജീനിയസ് ആയിരുന്നു. അനേകം ഭയങ്കര തോട്ട് എക്സ്പെരിമെന്റിൽ കൂടെ ഒക്കെയാണ് അദ്ദേഹം ആ പോസ്റ്റുലേറ്റ്സിലേക്ക് എത്തിയത്. നമ്മൾ ഗ്രാവിറ്റിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതാണ് സ്പേസ് ടൈം എന്ന് പറയുന്നത്. എന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താ? സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലം. ഇപ്പൊ സ്പേസ്, ഇതൊക്കെ സ്പേസ് ഉണ്ട്. പക്ഷേ നമ്മുടെ ഒരു കൺസെപ്റ്റ് പ്രകാരം സ്പേസ് എന്ന് പറയുന്നത് ഒരു വാക്വമാണ്. എന്നാൽ ഐൻസ്റ്റീൻ പറയുന്നു സ്പേസ് എന്ന് പറയുന്നത് ഒരു വാക്വമല്ല, അത് ഒരു ഫിസിക്കൽ എൻറ്റിറ്റി, ഒരു ഭൗതിക യാഥാർത്ഥ്യമാണ്. ഇറ്റ്സ് എ ഫിസിക്കൽ എൻറ്റിറ്റി. അത് നമുക്ക് ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് കുറച്ച് പ്രയാസം. അത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ഈ ന്യൂട്ടോണിയൻ ഫിസിക്സ്, ക്ലാസിക്കൽ മെക്കാനിക്സ് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അടിഞ്ഞു കൂടിയിരിക്കുന്നത് കൊണ്ടാണ് കാണുന്നതും. എന്നാൽ ഇങ്ങനെ മനസ്സിലാക്കുക, സ്പേസ് എന്ന് പറയുന്നത് സാധാരണ സ്പേസിന് ഇപ്പോൾ അതിന് എത്ര കോർഡിനേറ്റ്സ് ഉണ്ട്? എങ്ങനെയാണ് നമ്മളിപ്പോൾ സ്പേസിൽ ഒരു വസ്തു അവിടെ നിൽക്കുന്നു, അതിന്റെ ലൊക്കേഷൻ എക്സ് പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 3 കോർഡിനേറ്റ്സ് അല്ലെ? എക്സ്, വൈ, ഇസഡ്. ഇപ്പോൾ ഒരു ഗ്രാഫ് പേപ്പറിൽ എക്സും വൈയും ഉണ്ടാകും. ഗ്രാഫ് പേപ്പറിൽ ഒരു പോയിന്റ് നമ്മൾ ഇതാക്കുന്ന എങ്ങനെയാ കാണുക? എക്സിൽ നിന്ന് എത്ര ദൂരം, വൈയിൽ നിന്ന് എത്ര ദൂരം. അപ്പം എക്സ് അതിൻ്റെ അകത്തൊരു പോയിന്റിന് 2 കോർഡിനേറ്റ്സ് ഉണ്ടാവും. ഒരു 3 ഡയമെൻഷണൽ സ്പേസിന് 3 കോർഡിനേറ്റ്സ്. എവിടെ വേണമെങ്കിൽ നമുക്ക് 3 പോയിന്റ് അതിനകത്ത്, എക്സിൽ നിന്ന് എത്ര ദൂരം, വൈയിൽ നിന്ന് എത്ര ദൂരം, ഇസഡിൽ നിന്ന് എത്ര ദൂരം. ഇങ്ങനെയാണ് അത് നമ്മൾ കാണുന്നത്. അതായത് ഈക്വലി പരസ്പരം പെർപെൻഡിക്കുലർ ആണ് ഇത് 3. എന്നാൽ ഐൻസ്റ്റീൻ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ ഐൻസ്റ്റീൻ പറയുന്നത് ഈ 3 കോർഡിനേറ്റ്സ് അല്ല, ഒന്നും കൂടെ ഉണ്ട്. അതാണ് ടൈം. ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഒരു ധാരണയുണ്ട്, നമ്മളുമായിട്ടൊന്നും ഒരു ബന്ധമില്ല, അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ് ടൈം എന്നുള്ളത്. അത് നമ്മൾ ഇരുന്നാലും ഉറങ്ങിയാലും കിടന്നാലും ഒക്കെ ടൈമിന്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒന്ന് തന്നെ പൊക്കോണ്ടിരിക്കും. നമ്മുടെ അനുഭവവും അങ്ങനെ തന്നെയാണ്. എന്നാൽ ഈ ടൈം അങ്ങനെയല്ല എന്നാണ്. അത് പറയാം, അത് നമുക്ക് വിശദീകരിക്കാം. ഞാനിപ്പം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുകയാണ്. ഞാൻ ഏറ്റവും വെയിറ്റ് ചെയ്തിരുന്നത് അതിനാ. എക്സാമ്പിൾ എവിടെ? പറയാം. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ അവിടെ നിൽക്കുന്നു. എൻ്റെ പൊസിഷൻ എങ്ങനെയാണ് കണക്കാക്കുക? ലാറ്റിറ്റ്യൂഡ്, ലോഞ്ചിറ്റ്യൂഡ് ഒക്കെ നോക്കി ഈ നമുക്കറിയാമല്ലോ, ഗൂഗിൾ മാപ്പൊക്കെ നമ്മളെ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്ത് വരുന്നു. പക്ഷേ എൻ്റെ പൊസിഷൻ കറക്റ്റായിട്ട് അറിയണമെങ്കിൽ ഇത് മാത്രം പോരാ. എന്താ വേണ്ടത്? ഞാൻ ഏത് സമയത്ത് അവിടെ നിൽക്കുന്നു എന്നും കൂടെ വേണ്ടേ? രാവിലെ 10 മണി അല്ലെങ്കിൽ വൈകുന്നേരം 4 മണി, ഇങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ടെങ്കിലല്ലേ ആ എൻ്റെ പൊസിഷൻ പൂർണ്ണമാവുള്ളൂ, അല്ലേ? അപ്പൊ ടൈം എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റ് അല്ലേ? അതെ, അല്ലേ? അപ്പൊ ടൈം എന്ന് പറയുന്ന ഒരു കോർഡിനേറ്റ് ആണ്. ഈ ടൈം എന്ന് പറയുന്ന സംഭവം ഈ എക്സും വൈയും ഇസഡും മാറുന്നത് പോലെ അതിനനുസരിച്ച് ഈ ടൈമും മാറും. മനസ്സിലായില്ലേ? അപ്പൊ ടൈം എന്നുള്ളത് നമ്മൾ ക്ലോക്കിലെ സൂചി മൂവ് ചെയ്യുന്നു, സൂര്യൻ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് മൂവ് ചെയ്യുന്നു. ഈ മൂവ്മെന്റിനെ ഇങ്ങനെയുള്ള മൂവ്മെന്റ്സിനെ ബേസ് ചെയ്താണ് നമ്മുടെ മനസ്സിൽ ടൈം എന്ന് പറയുന്ന കൺസെപ്റ്റ് കിടക്കുന്നത്. എന്നാൽ അതല്ല. അതൊക്കെ നമുക്ക് ചില ടൈമിനെ മനസ്സിലാക്കാനുള്ള ചില ടൂളുകൾ മാത്രമാണ്. അങ്ങനെയാണ്. അതെ. പക്ഷെ അവിടെ നിന്ന് നമ്മുടെ മൈൻഡ് മാറ്റണം. നമ്മൾ അതിനെ ഈ ലെവലിലേക്ക് മാറ്റണം.
കുറച്ച് പ്രയാസമാണ്, എങ്കിലും പറയാം. അപ്പം ടൈമും മാറുമെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ഇനിയും ഇതിൻ്റെ അകത്ത് വേറൊരു സാധനം കൂടെ വന്നിട്ടുണ്ട്. അതൊരു ഒന്നൊന്നര ഐറ്റമാണ്. എന്താന്ന് വെച്ചാൽ ഒരു മാസ്സുള്ള ഒരു ഒബ്ജക്റ്റ്, ആ സാധനം ഈ സ്പേസിൽ ഒരിടത്ത് നിന്നാൽ ആ സ്പേസ് വളയും. സ്പേസ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ഒബ്ജക്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടേക്ക് ഒരു മാസീവ് ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ അതിന് അതായത് വലിച്ചു കെട്ടിയിരിക്കുന്ന ഒരു തുണി, നല്ല ഒരു റബ്ബർ ഷീറ്റ് എന്ന് വിചാരിക്കുക, അതാണ് സ്പേസ് ടൈം. ഇതൊക്കെ സങ്കല്പിക്കാനേ പറ്റുള്ളൂ. അതിൻ്റെ നടുവിലേക്ക് ഒരു ഇരുമ്പ് ബോൾ എടുത്തു വെക്കുന്നു. എന്ത് പറ്റും? അത് താഴേക്ക് കുഴിയും, ഇല്ലേ? കുഴിയില്ലേ? അതുപോലെ അങ്ങനെ സംഭവിക്കുന്ന പോലെ, അതായത് അത് സ്പേസ് ടൈം അവിടെ വളയുന്നു. ഈ വളവ് ഇതിന്റെ ഈ ബോളിന്റെ മാസ് കൂടും തോറും ഈ വളവും ഈ കുഴി കൂടി വരുമല്ലോ. ചെറിയ മാസിന് ചെറിയ വളവ്, വലിയ മാസിന് വലിയ വളവ്. അപ്പം അതുവഴി പോകുന്ന ഒരു ലൈറ്റ് ഈ വളവിൽ കൂടെ അല്ലേ പോകേണ്ടത്? അല്ലേ? അത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. സ്പേസ് ടൈം കർവേച്ചർ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് 1919 ഒരു സൂര്യഗ്രഹണം നടന്നിരുന്നു. ഈ സൂര്യഗ്രഹണം അത് ഞാൻ വരച്ച് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഒരു സൂര്യഗ്രഹണം നടന്നപ്പോൾ ഐൻസ്റ്റീൻ പറഞ്ഞു ഇത് പ്രൂവ് ചെയ്യാൻ അതേ മാർഗമുള്ളൂ. ഈ സൂര്യന്റെ പുറകിൽ ഒരു സ്റ്റാർ ഉണ്ട്, ഈ സ്റ്റാറിനെ ഇന്ന പൊസിഷനിൽ കാണും എന്ന് ഐൻസ്റ്റീൻ പറഞ്ഞു. അപ്പം പകല് നക്ഷത്രത്തിനെ കാണാൻ ഒരൊറ്റ, അതായത് സൂര്യനും വേണം നക്ഷത്രവും വേണം, ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കാണാൻ ഒരു സോളാർ എക്ലിപ്സിന്റെ സമയത്തേ പറ്റൂ. ആ സോളാർ എക്ലിപ്സിൽ നിങ്ങൾക്ക് ഇന്ന സ്റ്റാറിനെ ഇന്ന സ്ഥാനത്ത് കാണാം, അതിൻ്റെ പൊസിഷൻ മാറി കാണാം. അത് ഈ സ്പേസ് ടൈം കർവേച്ചർ കൊണ്ടാണ്. ആ സൂര്യൻ്റെ അടുത്തുള്ള സ്പേസ് വളഞ്ഞിരിക്കുന്നത് കൊണ്ട് ആ കർവേച്ചറിൽ കൂടെ ലൈറ്റ് കടന്നു വരുമ്പോൾ കാണുന്ന, നമുക്കിവിടെ നിന്ന് കാണുന്ന ഒരു വിർച്വൽ പൊസിഷൻ ഉണ്ട്. ആ പൊസിഷനിലാണ് കാണുന്നത്. അന്ന് വലിയ പരീക്ഷണം എല്ലാവരും നോക്കി, കൃത്യമായിട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ ആ പൊസിഷനിൽ തന്നെ ആ സ്റ്റാറിനെ കണ്ടു. അതോടുകൂടി സ്പേസ് ടൈം കർവേച്ചർ എന്നുള്ളത് ഒരു ഫാക്റ്റ് ആണെന്നുള്ളത് മനസ്സിലായില്ലേ? ഒന്നുമില്ല. അപ്പം ഈ കർവിൻ്റെ അകത്തൂടെ ഒരു ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഓർമ്മയുണ്ട്, സി ഒരു കാര്യത്തിലും മാറില്ല. എന്നാൽ നമ്മൾ ഇവിടെ നിന്ന് ഒരു ഒബ്സർവറെ സംബന്ധിച്ചിടത്തോളം, ആ അവിടെ നിൽക്കുന്ന, ആ കർവേച്ചറിന്റെ അകത്ത് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ലൈറ്റിന്റെ വെലോസിറ്റി സി തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ടൈമില് ഇത് വലിയ ദൂരം കവർ ചെയ്യുന്നുണ്ട്, ഇല്ലേ? ഭൂമി നോക്കുമ്പോൾ വേറൊരു സമയം, അതായത് അപ്പൊ അവിടെ മാറേണ്ടത് എന്താണ്? ടൈം മാത്രമേ മാറാൻ പറ്റുള്ളൂ. ആ വ്യത്യാസമാണ് ഒരു ഗ്രാവിറ്റിക്കകത്തൂടെ, ഗ്രാവിറ്റി കൂടുതലുള്ളിടത്ത് ടൈമിന്റെ ഫ്ലോ കുറവായിരിക്കും. അതായത് ഈ കർവിന്റെ അകത്ത് ആ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് നിൽക്കുന്നവർക്ക് ഒരു വർഷം കടന്നു പോകുമ്പോൾ ഭൂമിയിൽ 10-15 വർഷം. മനസ്സിലായില്ലേ? ഇവിടെ ലൈറ്റ് വളരെ സ്പീഡിൽ പോകും, കാര്യം ഭൂമിയിൽ ഗ്രാവിറ്റി കുറവാണ്. വെച്ച് നോക്കുമ്പോ ഇപ്പൊ സണ്ണ് തന്നെ നോക്കിക്കോളൂ, സൂര്യന്റെ കാര്യം തന്നെ നോക്കിക്കോളൂ, അല്ലെങ്കിൽ അതുപോലുള്ളത്. അങ്ങനെയാണ് ഗ്രാവിറ്റി ഇതിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് അനുഭവമുണ്ട്, ഇവിടെ എർത്തിൽ അനുഭവമുണ്ട്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ GPS ഇല്ലേ, നമ്മൾ ഇതിൻ്റെ അകത്ത് കാണുന്ന ഫോണിൻ്റെ അകത്തൊക്കെ വരുന്നത്, ഇതെങ്ങനെയാണ് വരുന്നത്? ഈ GPS സാറ്റലൈറ്റുകൾ 20,000 കിലോമീറ്റർ മുകളിലുള്ള ഓർബിറ്റിൽ കൂടെയാണ് GPS സാറ്റലൈറ്റ് ഓർബിറ്റ് ചെയ്യുന്നത്, ഭൂമി ഓർബിറ്റ് ചെയ്യുന്നത്. അപ്പോൾ 20,000 കിലോമീറ്റർ ദൂരെ ഗ്രാവിറ്റി കുറവായിരിക്കുമല്ലോ. ഭൂമിയുടെ ഗ്രാവിറ്റി അവിടെ ഉണ്ട്, പക്ഷെ ആ ഗ്രാവിറ്റേഷണൽ എഫക്റ്റ് കുറവായിരിക്കും. പക്ഷെ ഭൂമിയിൽ അത് കൂടുതലാണ്. അപ്പം അവിടെ ഈ ഗ്രാവിറ്റി കുറവുള്ളിടത്ത് ടൈം 1 സെക്കൻഡ് പോകുമ്പോൾ ഭൂമിയിൽ ആ 1 സെക്കൻഡ് പൂർണ്ണമായിട്ട് പോയിട്ടുണ്ടാവില്ല. വളരെ ചെറിയ മൈക്രോ സെക്കൻഡേ ഉണ്ടാവുള്ളൂ. പക്ഷെ ആ ചെറിയ വ്യത്യാസം മതി ഇവിടെ വലിയ ലൊക്കേഷൻ്റെ അകത്ത്, വലിയ ഇപ്പോൾ കോഴിക്കോട്ട് നിൽക്കുന്ന നമ്മളെ വടകരയെന്നോ തലശ്ശേരിയെന്നോ ഒക്കെ കാണിക്കും.
ഇത് അറ്റോമിക് ക്ലോക്ക് വെച്ചിട്ടാണ് അതിൻ്റെ അകത്ത് ടൈം എടുക്കുന്നത്. ഇത് കറക്റ്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു സാറ്റലൈറ്റും കൂടെ അവിടെ ഉണ്ട്. ഒരേ സമയം 4 സാറ്റലൈറ്റിലെ സിഗ്നലാണ് ഇതിന് ഉപയോഗിക്കുന്നത്. 3 സാറ്റലൈറ്റ് കൃത്യമായിട്ട് കോർഡിനേറ്റ്സ് കിട്ടാനും 4ാമത്തെ സാറ്റലൈറ്റ് ഈ ടൈം കറക്റ്റ് ചെയ്യാനും. ഇങ്ങനെയാണ് GPS കൃത്യമായ പൊസിഷൻ തരുന്നത്. മനസ്സിലായില്ലേ? ഇനി നമുക്കതൊന്ന് വരച്ചു നോക്കാം. അപ്പം നമ്മൾ സ്പേസിൻ്റെ കാര്യം പറഞ്ഞു അല്ലേ? സ്പേസ് എന്ന് പറയുന്നത് 3 കോർഡിനേറ്റ്സ് എക്സ്, വൈ, ഇസഡ്. 1 2 3 ഇങ്ങനെ പോകുന്നു എല്ലായിടത്തും. 1 ഇങ്ങനെ പോകുന്നു 2 3 പോട്ടെ. ഇപ്പം ഇവിടെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് എക്സിൽ നിന്ന് 3, വൈയിൽ നിന്ന് 2.5, ഇസഡിൽ നിന്നും ഒരു 2. അപ്പം അതിൻ്റെ കോർഡിനേറ്റ്സ് ഇപ്പം എം എന്ന് പറയുന്ന ഈ പോയിന്റ്സ് 3 2 3 അല്ലേ? 2 ഇങ്ങനെ അതിൻ്റെ അർത്ഥം ഇങ്ങനെ സംഭവിക്കും. ഇത് മാത്രമല്ല ഒരു ഡയമെൻഷൻ കൂടെ ഉണ്ട്. ഒരു ഈ എക്സ് വൈ ഇസഡ് ഇത് 3 കൂടെ ഇങ്ങനെയാണെങ്കിൽ ടി ഇവിടെ. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു പോയിന്റിനെ പൊസിഷൻ ടൈം വേഴ്സസ് ടൈം അങ്ങനെ കിട്ടും. അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടത്. ഇനി ഈ സ്പേസ് ടൈം കണ്ടിന്യൂം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പ്ലെയിനാണ്. നമുക്ക് ഇതിങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ നിവൃത്തിയുള്ളൂ. ഇവിടേക്ക് ഒരു മാസീവ് ഒബ്ജക്റ്റ് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഒരു വലിച്ചു കെട്ടിയ തുണിയിൽ ഇങ്ങനെയാവും. ഇത് കൂടുതൽ മാസം കൂടുന്തോറും ഇത് കൂടുതൽ കുഴിയും, മാസം കുറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുഴിയും. മനസ്സിലായില്ലേ? അപ്പം ലൈറ്റ് പോകേണ്ടത് എങ്ങനെയാ? ഈ കുഴിയിൽ കൂടെയാണ്. അതേ ഷേപ്പിൽ അല്ലേ? ഇങ്ങനെയാണ് പോവുക. നേരെ പോകുന്ന ലൈറ്റും ഈ പോകുന്ന ലൈറ്റും ഇതിൻ്റെ രണ്ടിൻ്റെയും വെലോസിറ്റി സി ആണ്. ഒരു മാറ്റവും അതിലുണ്ടാവില്ല. അപ്പോൾ ആകെപ്പാടെ മാറ്റം. എന്നാൽ ഡിസ്റ്റൻസ് ഇവിടെ കൂടുതലാണ്. ഗ്രാവിറ്റി ഉള്ളിടത്ത് ടൈമിൻ്റെ ഫ്ലോ കുറവായിരിക്കും. ഗ്രാവിറ്റി ഇല്ലാത്തിടത്ത് അല്ലെങ്കിൽ കുറവുള്ളിടത്ത് ടൈമിൻ്റെ കൂടുതലായിരിക്കും. ഇതാണ് നമുക്ക് ഗ്രാവിറ്റി ഉള്ളിടത്ത് ടൈമിൻ്റെ ഫ്ലോ കുറവായിരിക്കും എന്ന് പറയാൻ കാരണം. അപ്പം ഗ്രാവിറ്റി വളരെ കൂടുതലുള്ള ഒരു പ്ലാനറ്റിൽ ഒരാൾ പോയാൽ അയാൾക്കൊരു വയസ്സ് മുമ്പോട്ട് പോകുമ്പോൾ ഭൂമിയിൽ അതിലും കൂടുതൽ ഒരു ചിലപ്പോൾ 10 വയസ്സോ ഇതുവല്ലോ കൂടിയിട്ടുണ്ടാകും. ഇപ്പം ഞാനിപ്പോൾ ഗ്രാവിറ്റി ഉള്ള വളരെ കൂടുതലുള്ളൊരു ഗ്രഹത്തിലേക്ക് പോയി. അച്ഛൻ ഗ്രാവിറ്റി വളരെ കൂടുതലുള്ള ഒരു ഗ്രഹത്തിലേക്ക് പോയി. എനിക്കൊരു വർഷം കഴിഞ്ഞ് ഞാൻ ഇവിടെ തിരിച്ചു വരുമ്പോ നീ കളവിയായിട്ടുണ്ടാവും. മനസ്സിലായോ? അതാണ് ആ സിനിമയ്ക്കകത്ത് കണ്ടത്. അത് തന്നെയാണ്. ഇനി ഐൻസ്റ്റീൻ എങ്ങനെയാണ് ഈ സ്പേസ് ടൈം കർവേച്ചർ പ്രൂവ് ചെയ്തതെന്ന് ഉള്ളത് പറഞ്ഞല്ലേ ഉള്ളൂ. കാണിച്ചു തരാം. ഇത് സൂര്യൻ, ഇത് ഭൂമിയിൽ നിന്ന് ഈ ഗ്രഹണം ഒബ്സർവ് ചെയ്യുന്നു. ഈ ഗ്രഹണം വരുമ്പോൾ മാത്രമല്ലേ ആകാശത്ത് പകൽ സമയത്ത് സ്റ്റാറിനെ കാണാൻ കഴിയുള്ളൂ. ഇവിടെ ഒരു സ്റ്റാർ ഉണ്ട്, കൃത്യമായിട്ടറിയാം. ഇതാണ് ഈ സ്റ്റാറിന്റെ പൊസിഷൻ എന്നുള്ളത് നന്നായിട്ട് അറിയാം. സ്വാഭാവികമായിട്ട് ഈ ഭൂമിയിൽ നോക്കുമ്പോൾ ഈ സ്റ്റാറിനെ കാണാൻ പറ്റുമോ? കാര്യം സൂര്യന്റെ അപ്പുറത്താണ്. പക്ഷേ ഈ സ്റ്റാറിനെ ഇവിടെ കാണും എന്നാണ് ഐൻസ്റ്റീൻ പറഞ്ഞത്. അതെങ്ങനെ പറ്റും? ഈ സ്റ്റാറിൽ നിന്ന് പോകുന്ന ഈ ലൈറ്റ് ഇതിന് ചുറ്റുമുള്ള സ്പേസ് ടൈം കർവേച്ചർ ഉണ്ട്. ആ സ്പേസ് ടൈം കർവേച്ചറിൽ കൂടെ പോകുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഒബ്സർവറിനെ നോക്കുമ്പോൾ ഒബ്സർവറിന് നേരെയല്ലേ കാണാൻ പറ്റും? ഇവിടെ കാണും. അതായത് ഇങ്ങനെ ഈ വളവിൽ കൂടെ ഇവിടെ വന്നു. ഇത് സിമ്പിൾ ഒപ്റ്റിക്സ്. അതായത് റേ ഒപ്റ്റിക്സ്. നമ്മൾ ഇതിനെ വെള്ളത്തിൽ കിടക്കുന്ന മീനിനെ കാണുന്നത് അറിയാമല്ലോ. അതായത് ഇങ്ങനെ പോകുമ്പോൾ
ഇങ്ങനെ പോകും. പക്ഷെ ഇവിടെ ഇവിടെ കിടക്കുന്ന മീനിനെ ഇവിടെ ആയിരിക്കും കാണുക, കാണുന്നത്. കാര്യം സ്ട്രെയിറ്റ് ലൈനിലായിരിക്കും കാണുക. അതേപോലെ ഈ സ്റ്റാറിനെ ഇവിടെ കണ്ടു. എങ്ങനെ ഇവിടെ നിൽക്കുന്ന സ്റ്റാറിനെ ഇവിടെ കണ്ടു? ബിക്കോസ് ലൈറ്റ് വളഞ്ഞു. ഇവിടെയും ലൈറ്റ് വളയുകയാണ്. ഇവിടെ ലൈറ്റ് വളയുന്നത് എന്തുകൊണ്ടാണ്? റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റിന്റെ പ്രോപ്പർട്ടി കൊണ്ടാണ്. ഇവിടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു സാധനവും ഇല്ല, സ്പേസ് മാത്രമേ ഉള്ളൂ. അപ്പൊ സ്പേസിന് ഈ പ്രോപ്പർട്ടി വന്നു. ഈ ലെൻസിങ് എന്നാണ് പറയുക. ഇതിന് ലെൻസിങ് എന്നാണ് പറയുക. ലൈറ്റ് വളയുന്നതിനെ ലെൻസിങ് എന്നാണ് പറയുക. ഈ റിഫ്രാക്ഷൻ കാരണം ലൈറ്റ് വളയുന്നത് കൊണ്ടാണ് ലെൻസ് എല്ലാം ഉപയോഗിക്കുന്നത്. അങ്ങനല്ലേ? ഇതിന് ലെൻസിങ് പ്രോപ്പർട്ടി. ഈ ലെൻസിങ്, ലൈറ്റിന്റെ ലെൻസിങ് കൃത്യമായിട്ട് ആകാശത്ത് കണ്ടു. ഐൻസ്റ്റീൻ പറഞ്ഞ പൊസിഷനിൽ തന്നെ ഇവിടെ സ്റ്റാറിനെ കണ്ടു. അതായത് ഈ സ്പേസ്, സൂര്യന്റെ ചുറ്റുമുള്ള സ്പേസിന്റെ ഒരു വളവുണ്ട്. ആ വളവ് ഇതിന്റെ ഗ്രാവിറ്റി കാരണമാണ്, മാസ് കാരണമാണ്. ക്ലിയർ ആയില്ലേ? ഈ സ്പേസ് ടൈം കർവേച്ചർ കൊണ്ടാണ് ലൈറ്റ് വളഞ്ഞു പോകുന്നത്. അതുകൊണ്ടാണ് ടൈം ഇവിടെ സ്ലോ ആകുന്നത്. ക്ലിയർ ആയില്ലേ? ഗ്രാവിറ്റി കാരണം എങ്ങനെയാണ് ടൈം ഡയലേഷൻ സംഭവിക്കുന്നത് എന്ന് മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? ക്ലിയർ? ഒരു കാര്യം ഞാൻ പറയാം, 100% ക്ലിയർ ആയിട്ടുണ്ടാവില്ല, 100% ക്ലിയർ ആവില്ല. ഒരു 10% എങ്കിലും നിനക്ക് ഇതിൻ്റെ ഐഡിയ പിടികിട്ടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് സക്സസ്. റിലേറ്റിവിറ്റി എന്ന് പറയുന്നത് അങ്ങനൊരു സംഭവമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സാധാരണ കോമൺ സെൻസ് കൊണ്ടും അനുഭവങ്ങളിൽ കൂടെ മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇത് മനസ്സിലിട്ട് ഇങ്ങനെ നടക്കണം, ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. എങ്കിൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഭൂമിയിലാ താമസിക്കുന്നേ അങ്ങോട്ട് മറക്കുക. അതാണ് സംഭവം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ടൈം ഡയലേഷനെ പറ്റിയുള്ള 2 വീഡിയോകൾ അടങ്ങുന്ന വീഡിയോ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു ഇത്തിരിയെങ്കിലും, ഒരു 10% നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഗ്രേറ്റ് സക്സസ്. ഇനി നിങ്ങൾ ചിന്തിക്കുക, ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. അപ്പം ഡൗട്ട് വരും, ഒരുപാട് ഡൗട്ട് വരും. കമന്റിന്റെ അത് ചോദിക്കുക. അറിയാവുന്നതാണെങ്കിൽ ഞാൻ ഉത്തരം പറയാം. അപ്പോൾ 2 വീഡിയോകൾ അടങ്ങിയ ഈ സീരീസ് കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. മറ്റൊരു സയൻസ് വീഡിയോയുമായി ഉടനെ കാണാം. ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വീഡിയോ ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തണം.